മിസ്റ്റർ സന്ദീപ് ആൻഡ് മനു, നിങ്ങൾ HR പഠിച്ച ആളുകളായതുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നമ്മുടെ കമ്പനിയിൽ ഒരു എംപ്ലോയി ഉണ്ട്. ആൾ ഒട്ടും പെർഫോമൻസ് ഇല്ല, പെർഫോമൻസ് പോട്ടെ ഡിസിപ്ലിനും ഇല്ല. അപ്പം ആളെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ മിസ്റ്റർ സന്ദീപാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതായത് മാം, എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ് പ്രകാരം ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് 7 days വെയിറ്റ് ചെയ്യാം. അതിന് റിപ്ലൈ കിട്ടിയതിന് ശേഷം അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്ത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നോട്ടീസ് അയക്കും. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്നെ കുയിട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? മാം, എനിക്ക് ഈ സബ്ജക്റ്റിലൊക്കെ ഫുൾ മാർക്ക് ഉണ്ട്, എനിക്കിതിലൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒറിജിനലാണ്. ഞാൻ ഡിപ്ലോമ കോഴ്സ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ അഫിലിയേഷൻ ഉണ്ട് മാം, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അഫിലിയേഷൻ ലിസ്റ്റിൽ ചന്ദ്രനെ ചൊവ്വയും കൂടി ഉൾപ്പെടുത്തായിരുന്നു. മിസ്റ്റർ മാനു, സെയിം സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആദ്യം തന്നെ നമ്മൾ ആ എംപ്ലോയെ പോയി ഒന്ന് കാണണം. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ അതിര് കടന്നിരിക്കണു, എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അതിരിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന് വളരെ വിനയത്തോടുകൂടി അയാളോട് പറയണം മാം. ആയതിനാൽ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി തരണമെന്ന് നമ്മളൊന്ന് പറഞ്ഞു. അമ്മേൻ്റെ പറഞ്ഞല്ലോ പറഞ്ഞപ്പോൾ തന്നെ എടുക്കാം. മാനു, അത് ഓക്കെയാണ്, ബട്ട് അത് കേട്ടിട്ടും ആളെ പേപ്പറിട്ട് പോയില്ലെങ്കിൽ? ഇങ്ങനെ പറഞ്ഞാൽ തന്നെ 70% ആൾക്കാർ കാര്യം മനസ്സിലാക്കി പേപ്പർ ഇട്ട് പൊക്കോളും. ബാക്കി കുറച്ച് ടീംസ് ഉണ്ടാവും മാം, അവർ പക്കാ മൊടയായിരിക്കും. അവരെ ഡീൽ ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് മാം. എന്താണ് കരുതിയത്? തനിക്ക് തോന്നുന്നവർക്ക് ഈ കമ്പനി തന്നെ അമ്മയുടെ വകയാണെന്നോ? എടുക്കാനൊക്കെ എടുത്തിട്ട് ഇപ്പൊ സ്ഥലം വിട്ടോ. നീ വൈക്കണ്ടോ അത്? മാം, ബാക്കിയുള്ളവന്മാരെ ഇങ്ങനെ പോയിക്കോളും, അല്ലെങ്കിൽ മാത്രം നമുക്ക് നോട്ടീസിലും PIP-ലോട്ടും കിടന്നാൽ മതി. വാവ്, സൂപ്പർ മനു, ഇസ് പ്രാക്ടിക്കൽ. താൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്? സബ്ക.